അപ്പോൾ ഈ വീഡിയോ എല്ലാ ഗുരുക്കന്മാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഞങ്ങൾ എങ്ങനെയാണ് ഗുരുപൂർണിമ ആഘോഷിച്ച് വരുന്നതെന്ന് കാണിച്ചു തരാം. ഞങ്ങൾ എല്ലാ വർഷവും ആഘോഷിക്കാറുള്ള ഒരു കാര്യമാണ് ഗുരുപൂർണിമ. മിക്ക ആൾക്കാർക്കും ഗുരുപൂർണിമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല. കാരണം അതിവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആഘോഷിക്കാത്തൊരു കാര്യമാണ്. കുറച്ച് പേർക്ക് മാത്രമേ ഗുരുപൂർണിമയെക്കുറിച്ച് അറിയൂ. ഗുരുപൂർണിമ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്പെഷ്യൽ ഡേ നമ്മുടെ ഗുരുക്കന്മാർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന ഒരു ദിവസമാണ്. ആ ദിവസം നമ്മുടെ ടീച്ചേഴ്സിനോട് അല്ലെങ്കിൽ ഗുരുക്കന്മാരോടുള്ള റെസ്പെക്റ്റും ഗ്രാറ്റിറ്റ്യൂഡും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഗുരുവിൻ്റെ അർത്ഥം തന്നെ ദ വൺ ഹു റിമൂവ്സ് ഡാർക്ക്നെസ് ഇൻ അവർ ലൈഫ്. അപ്പോൾ ബാക്കി നമുക്ക് ആഘോഷത്തിലോട്ട് പോകാം. എങ്ങനെയാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്? ആദ്യം തന്നെ എല്ലാ സാധനവും, അതായത് ഹാരവും പൂവും സ്വീറ്റ്സും ഫ്രൂട്ട്സും എല്ലാം എടുത്ത് വയ്ക്കും. എല്ലാം എടുത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ വിളക്ക് കത്തിക്കുക. എന്നിട്ട് നമ്മൾ ആ ഇരിക്കുന്ന ഹാരം എടുത്ത് ടീച്ചറിന് ഇട്ട് കൊടുക്കും. പൂവ് നമ്മൾ തലയിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് കുങ്കുമം ടീച്ചറിന് പൊട്ടാക്കി വെച്ച് കൊടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് നമ്മുടെ ടീച്ചറിൻ്റെ കാലിൽ പൂവ് അർപ്പിച്ച് നമസ്കരിക്കും. ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞങ്ങളുടെ ടീച്ചർ. ഞങ്ങളെല്ലാവരെയും സ്വന്തം മക്കളെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ടീച്ചറിന് പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷേ ടീച്ചറിന് ഞങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. ആരൊക്കെ പറഞ്ഞിട്ടില്ലേ ടീച്ചേഴ്സ് ആരോ സെക്കൻഡ് മദർ എന്ന്? സെക്കൻഡ് മദറൊന്നുമല്ല, നമ്മുടെ അമ്മ തന്നെയാണ്. ഞങ്ങളെ അത്രയ്ക്ക് നല്ല രീതിയിലാണ് ടീച്ചർ നോക്കുന്നത്. നമ്മളെന്ത് സങ്കടമായാലും സന്തോഷമായാലും ടീച്ചറിനോട് പറഞ്ഞ ടീച്ചർ ഒരു സൊല്യൂഷൻ കണ്ടെത്തി തരും. അത് കഴിഞ്ഞ് ഗുരുദക്ഷിണയായിട്ട് ഞങ്ങൾ ഫ്രൂട്ട്സും ബാക്കി എല്ലാ സാധനവും ടീച്ചറിന് കൊടുത്തിട്ട് ടീച്ചറിനെ ആരതി ഒഴിയും. ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്വീറ്റ്സ് ടീച്ചറിനും കൊടുത്ത് ഞങ്ങളും കഴിച്ച് ഫോട്ടോ എടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗുരുപൂർണിമ. എല്ലാവർക്കും ബൈ ഫ്രം കാപ്പി സ്റ്റോറീസ്.